ആൻസി മാഡം, ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസിലായിരുന്നു നിങ്ങളുടെ തറവാടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഭയങ്കര ഫേമസ് ആണല്ലോ. എവിടെ ചോദിച്ചാലും വഴി പറഞ്ഞു തരും. പക്ഷേ തറവാട്ട് പേര് ചോദിച്ചാൽ പോരാ, ആളിന്റെ പേരൂടെ പറയണം. ലൈം ലൈറ്റിൽ ഇങ്ങനെ കത്തി നിൽക്കുകയല്ലേ ഡെയിലി. സാറേ കേറി സാറേ, കേറി വാ. എത്ര നേരായിരുന്നോ അച്ചായ? സാറേ ഇതാരാ? എന്തുപറ്റി ഇങ്ങോട്ടൊക്കെ വരാൻ? ഇയാളെന്തിനാ ഈ വീട്ടിൽ വന്നത്? എന്താ കാര്യം? അനന്ത ചിറ്റപ്പന്റെ കുഞ്ഞുങ്ങള് ഈ വീട്ടിലെല്ലാവരും താമസം. അവര് കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഈ വീടിനെ കുറിച്ച്. അത് കേട്ടപ്പോ വന്ന് കാണണമെന്നൊരു മോഹം. ഇനിയിപ്പോ ഇവിടെ വന്ന് ഇവിടുത്തെ കഥകളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? കൊച്ചുങ്ങൾക്ക് സന്തോഷാവട്ടെ. അല്ലു അമ്മയും പറഞ്ഞിട്ടാണോ ഋഷി വന്നത്? പിള്ളേര് പറഞ്ഞു വിട്ടിട്ടാണോന്ന്? അതെ, പിള്ളേർ തന്നെ പറഞ്ഞോട്ടെ. പിള്ളേരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ അവശേഷിക്കണമെങ്കിലേ അതൊക്കെ വാരിക്കെട്ടി ഞാൻ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞ്. അവരുടെ എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ഒന്നും അവശേഷിക്കണ്ടെന്ന്. പൊട്ടിപ്പോയ ഒരു ടോയ് പോലും. അത്രയ്ക്ക് വെറുത്തോ പിള്ളേര്? വെറുത്തോന്നോ? കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അവർക്കിപ്പോ എന്ത് വലിയ സന്തോഷമെന്നറിയാവോ? അല്ലുമോനാണ് അതാ ഇപ്പം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ആണോ? ആ, ഇവിടെ ആണെങ്കിൽ ചെറുക്കൻ ചതഞ്ഞേന്ന് പറഞ്ഞ ഒറ്റ കിടപ്പല്ലായിരുന്നോ? ഒറ്റ മാസം കൊണ്ട് ശരിയാവേണ്ട കാലം 2 മാസം കൊണ്ട് ശരിയായോ? അത്രയ്ക്ക് നല്ല ശുശ്രൂഷ ആയിരുന്നല്ലോ. എവിടെല്ലാം കൊണ്ടു നടന്നു. കോളനികള്, പോലീസ് സ്റ്റേഷൻ, എത്ര സ്കൂളുകള് ഇട്ട് തട്ടുമല്ലായിരുന്നോ? അമ്മ ചേച്ചി സ്കൂളിൽ പോയോ? പിന്നെ തിങ്കളാഴ്ച മുതൽ പോവല്ലേ അവര്. അപ്പൊ ചേട്ടനും പോവോ? പിന്നെ രണ്ടുപേരൂടാ പോകുന്നത്. അവർക്ക് താമസിക്കാനേ സ്കൂളിനടുത്ത് അവരുടെ അച്ഛൻ വലിയൊരു വീട് വാങ്ങിച്ചു. അമ്മ എന്നെ അവിടെ കൊണ്ടുപോവോ? ആ, കൊണ്ടുപോവാ. ഇച്ചായ, മോള് സ്കൂളിലോട്ടൊന്ന് വിട്ടെ. നിനക്കൊന്ന് പോകണ്ടാടി. ഉച്ചയ്ക്ക് പൊക്കോളാം. ഗസ്റ്റ് വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? സാറേ ഊണൊക്കെ കഴിഞ്ഞിട്ടേ പോകാവേ. ഞാൻ പോയിട്ട് വരാവേ. വാ മോളെ. ഇത് ആൻസി മേഡത്തിന്റെ വീടല്ലേ? അപ്പോ മേഡത്തിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്നൊരാഗ്രഹം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുറെ ചോറുണ്ടതല്ലേ, തിരിച്ചൊരുള്ള ചോറ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിന്നെ ഞാൻ ഉരുള ഉരുട്ടിച്ചപ്പോത്തോളാം. ചേച്ചി മിണ്ടായിരിക്കേ. ചേച്ചി അപ്പുറത്തോട്ടില്ലേ? മോളെ, ഇവൻ വന്ന എന്തിനാന്ന് ചോദിച്ചാട്ട്? ഇവൻ എന്തെങ്കിലും കാര്യമില്ലാതെ വരത്തില്ലല്ലോ. പിന്നെ എന്തെങ്കിലും കുഴപ്പം ഒപ്പിക്കാനായിരിക്കും. ഇവനെയൊക്കെ ചെത്തിപ്പുറത്ത് മുറ്റത്ത് കയറ്റാൻ കൊള്ളാമോ? പറഞ്ഞു വിടും മോളെ. ഇല്ലെങ്കിലേ കൊച്ചാമൻ പറഞ്ഞു വിടാം. ഇല്ലെങ്കിൽ പിന്നെ സൂക്ഷിയോടെ നിൽക്കുമല്ലയോ? വേണ്ട വേണ്ട ചേച്ചി, വേണ്ട. നിങ്ങൾ എന്തിനാ വന്നത്? അനി, എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വേണമായിരുന്നു. കട്ടൻ ചായയോ? ചായ എടുക്കാം. ഇല്ല, വേണ്ട, കട്ടൻ ചായ മതി. ആ, മധുരം വേണോ? ആ. ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ആൻസി വർഗീസിന്റെ ഭാഗത്തു നിന്നൊരു മിനിമം മര്യാദ അത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ വന്നത് ആൻസി മേഡത്തിനെ കാണാൻ വേണ്ടി തന്നെ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാ ഇത്ര നേരം വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വന്നത്. ഒന്ന് വന്നേ. നോക്കണ്ട, വായിങ്ങോട്ടോ. എന്തേലും പറയാനുണ്ടെങ്കിൽ അത് ഇവരുടെ മുമ്പ് വെച്ച് പറഞ്ഞാൽ മതി. സോറി, ഇത് വളരെ കോൺഫിഡൻഷ്യലാണ്. നിങ്ങൾ മാത്രം കേൾക്കാവുള്ളത്. വരണം. മോളെ, മോള് വിഷമിക്കണം. മോള് പോട്ടുവാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. പോട്ടുവാ, അവനെന്തോ സംസാരിക്കണോ? ചെല്ലു മോളെ. ചെല്ലു മോളെ. അവൻ വന്നതേ എന്തോ കുന്നായ്മ ഒപ്പിക്കാനാ. ആ കട്ടിലടിയിലേ ആ ചെറിയ പെട്ടിയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിങ്ങെടുത്തോണ്ട് വാ. ടാപ്പിംഗ് കത്തി.
അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ വേറെ ചീള് കേസ്. ആ കൊച്ചിന്റെ അടുത്ത് അവൻ വല്ലതൊന്ന് പറഞ്ഞു നോക്കട്ടെ. അവൻ പീഡന കേസിനകത്താവും. നിങ്ങൾക്ക് ആണുങ്ങൾക്കറിയാത്ത പല നിയമങ്ങളും ഞങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം. അറിയാമോ? ആ, അവയൊന്ന് പറഞ്ഞു നോക്കട്ടെ കൊച്ചിന്റെ അടുത്ത് വല്ലോ. അവ അഴിയെണ്ണും. എന്തു വേണം? എന്റെ ഹിമ കളക്ഷൻസിൽ വെറും ശമ്പളക്കാരിയായിരുന്നു നീ. അത് ഓർമ്മിപ്പിക്കാനാണോ വന്നത്? ഓർമ്മിപ്പിക്കാനുണ്ട്. പഴയതല്ല, പുതിയത് ചിലത്. നിന്റെ ചിറ്റപ്പം പറഞ്ഞു വിട്ടതാ? നിന്നെ കാണുന്നതിന് മുമ്പ് നിന്റെ ഭർത്താവ് അനന്തകൃഷ്ണനെ എനിക്കറിയാം. പ്രമുഖ വ്യവസായിയും ബിൽഡറുമായ ആദിത്യകൃഷ്ണന്റെ അനുജൻ, പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ, പ്രൊഡ്യൂസർ. ആ അനന്തകൃഷ്ണൻ എന്റെ ചിറ്റപ്പനായത് നീ വഴിയാണ്. എന്റെ സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് വേണ്ടി എന്റെ മമ്മിയുടെ മുന്നിൽ നിന്റെ അന്നത്തെ കെട്ടിയും വന്ന് നിന്നിട്ടുണ്ട്. അന്ന് അവന്റെ കയ്യിലൊരു നക്കപ്പിച്ചയില്ല. അന്ന് അവിടെ ഡിസൈനറായി മമ്മി കണ്ടുവച്ചിരുന്നത് വേറൊരാളായിരുന്നു, ഒരു ബാംഗ്ലൂരുകാരി. പക്ഷെ നിനക്ക് വേണ്ടി മമ്മിയുടെ മുന്നിൽ റെക്കമെൻഡ് ചെയ്തത് ഈ ഞാനാ. അതെന്തിനായിരിക്കുമെന്ന് അന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട്, ഇന്നും നിനക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെ മനസ്സിലെന്താ ഉള്ളത്? നിനക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടെന്ന്? കൂൾ ഡൗൺ. കെട്ടൊഴിഞ്ഞു വന്ന് നിൽക്കുന്ന പെണ്ണിനോട് എനിക്ക് പഴയ പൂതിയൊന്നുമില്ല. പക്ഷേ എനിക്ക് വേണ്ടി നിനക്ക് ചെയ്തു തരാൻ 1-2 സഹായങ്ങളുണ്ട്. സഹായോ? എന്ത് സഹായം? വേണ്ട, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഒച്ച നിന്റെ കൊച്ചാപ്പൻ കത്തിയെടുക്കും. അതുകൊണ്ട് കാര്യമൊന്ന് പറയാം. ഈ പ്രിയ എന്ന് പറഞ്ഞ പെണ്ണിനെ എനിക്ക് കൊണ്ടുവന്നത് നീയാണ്. അവളുടെ വയറ്റിലുണ്ടാക്കിയ കൊച്ചിന് ഞാൻ ഉത്തരം പറയണമെന്നാ നീ ഇപ്പോഴും പറയുന്നത്. അവളെ, അവളുടെ കൊച്ചിനെയും തള്ളയും നീ എൻ്റെ വീട്ടിലൂടെ തള്ളിവിട്ടു. പക്ഷെ ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കി നിന്റെ കെട്ടിയോൻ പറഞ്ഞ എന്താണെന്നറിയാവോ? അറിയാവോ? പിഴച്ചുപോയ ആൻസി വർഗീസ് കൊണ്ടു നടന്ന് പിഴപ്പിച്ച പെണ്ണിനെ വയറ്റിലുണ്ടാക്കിയ കൊച്ചിനെ കൊണ്ടുപോയി DNA ടെസ്റ്റ് നടത്താൻ. ഇറങ്ങടാ പുറത്ത്, ഇറങ്ങടാ അവിടുന്ന്. ഇത് പറയാനാ നീ ഇവിടെ വന്നത്? ഇറങ്ങടാ. പോകാം, ഞാൻ പൊക്കോളാം. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എൻ്റെ പേരിൽ പൊക്കിക്കൊണ്ടുവന്ന 2 കേസുണ്ട്. ഒന്ന് ഈ പെണ്ണ് കേസ്, പിന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷ തട്ടിപ്പ് കേസ്. ഈ 2 കേസും നീ KGസിനെ കൊണ്ട് പൊക്കിക്കൊണ്ടുവന്നു. പിന്നൊന്ന് നിന്റെ പഴയ ഭർത്താവിൻ്റെ കുടുംബക്കാരെ പേരിൽ നീയും അവനോടെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന കോടനാട് കേസും. ഈ 3 കേസും നീ നിന്റെ മറ്റവനെ കൊണ്ട് പറഞ്ഞ് വിഡ്രോ ചെയ്യിക്കണം. അപ്പൊ അതാണ് നിന്റെ ആവശ്യം? ഞാൻ ഈ പറഞ്ഞ കേസെല്ലാം KG സാറിനോട് പറഞ്ഞ് പിൻവലിപ്പിക്കണം? അതെ. നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഈ കേസിന്റെ അവസാനം കാണുന്നവരെ, നീ നിന്റെ കുടുംബക്കാരകത്താവുന്നത് വരെ ഞാനും KG സാറും വെറുതെ ഇരിക്കുന്നു നീ കരുതണ്ട. ഇറങ്ങടാ, എന്റെ മുറ്റത്തുനിന്ന് ഇറങ്ങടാ, ഇറങ്ങ. ഇറങ്ങാം. പക്ഷേ എൻ്റെ മോൾ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഓർത്തു വെച്ചാൽ നല്ലത്. നിന്റെ 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. എന്ന് വെച്ചാ എൻ്റെ അടുത്ത്. ആ കുഞ്ഞുങ്ങളെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ ഈ 3 കേസ് നീ വിഡ്രോ ചെയ്യിക്കണം. അല്ലെങ്കിൽ നിന്റെ മക്കളെ ഏത് രൂപത്തിലാ നിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് നീ ആലോചിച്ച് നോക്കിക്കോ. റഷീദ് വെറുതെ പറയുന്നതല്ല. ഈ 3 കേസും അവൻ്റെ മുന്നിൽ പോയി നീ പറഞ്ഞ് പിൻവലിപ്പിക്കണം. ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കോ. നീ ഇത് വെറുതെ പറയുന്നതല്ല.
ഋഷി ഗതികെട്ട് നിൽക്കുക. ഞാൻ അകത്തെങ്ങാനും പോകേണ്ടി വന്നാൽ കൊന്ന് കളഞ്ഞിട്ട് ഞാൻ പോകും. ശിക്ഷ ഒന്നേ ഉള്ളൂ, എനിക്ക് വേറെ വഴിയില്ല. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം എന്റെ മുന്നിൽ എറിഞ്ഞുകൊണ്ട് തന്നേക്കുക. എനിക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴിയാ. അതുകൊണ്ട് നീ ഇത് ചെയ്യിച്ചോ. ഒരു ദിവസം സമയം ഞാൻ തരും, ഒരേ ഒരു ദിവസം. ഇല്ലെങ്കിൽ ഓർത്തോ, മോളെ മോളെ എന്താ അവൻ പറഞ്ഞത്? എന്തൊക്കെ കാര്യം? ആ തെണ്ടി വല്ലതും പറഞ്ഞോ? എന്താ പറഞ്ഞു മോളെ? ഇനി വാ നോക്കാം. ആ കുഞ്ഞമ്മ. പല്ലവി പല്ലവി എന്റെ കുഞ്ഞുങ്ങളെവിടെ? മക്കളുടെ അടുത്ത് കൊടുത്തേ, ഫോൺ കൊടുത്തേ. ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയണമെന്ന് വിചാരിച്ചതാ, അവരിവിടെ ഇല്ല. കുഞ്ഞുങ്ങളെവിടെ പോയി? അത് ചിറ്റപ്പൻ അവരെവിടുന്ന് കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയിന്ന്? അത് ചിറ്റപ്പൻ വീടെന്തോ വാങ്ങിച്ചു. എവിടാന്ന് എനിക്ക് അറിയില്ല കുഞ്ഞമ്മ. ഇനി കുട്ടികൾ അവിടെ ആയിരിക്കും താമസിക്കുന്നതെന്ന് പറഞ്ഞു. പല്ലവി, എന്റെ കുഞ്ഞുങ്ങളെ അവരില്ലാണ്ടാക്കും. ഞാൻ പല്ലവി ഉണ്ടെന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ. കുഞ്ഞമ്മ അങ്ങനെയൊന്നുമില്ല. എത്രയൊക്കെയല്ല അവരുടെ അച്ഛനല്ലേ കൊണ്ടുപോയത്. ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും പല്ലവി, അങ്ങനല്ല. നീയും കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കരുത്. അതാ അവരുടെ ആവശ്യം. അവരവിടുന്ന് മാറ്റിയതാ, അവരെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയതാ. അതാ ഈ ഋഷിയുടെ പ്ലാന്. അവന്റെ പദ്ധതി ഒന്നും ഇവിടെ നടക്കില്ല കുഞ്ഞമ്മ. പല്ലവി, നടക്കും. അവരിവിടെ വന്നിരുന്നു. അവിടെ വന്നോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തിട്ടാ പോയത്. എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു വരെ പറഞ്ഞു. KG സാറിനെ കൊണ്ട് എല്ലാ കേസും പിൻവലിപ്പിച്ചില്ലെങ്കിൽ എന്റെ മക്കളെ കൊന്നുകളെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഋഷിയുടെ പ്ലാനിങ് ആയിരിക്കും. ചിറ്റപ്പനെയും കുഞ്ഞുങ്ങളെ ഇവിടുന്ന് മാറ്റിയത് അവന്റെ പ്ലാൻ ആയിരിക്കും. അതെ അതെ പല്ലവി. എന്റെ പല്ലവി, എന്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കോ പ്ലീസ്. കുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യ്, KG സാറിനെ ഒന്ന് വിളിച്ചു പറ. അവൻ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതല്ലേ, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമല്ലോ. കുഞ്ഞമ്മ ഇപ്പൊ തന്നെ വിളിക്ക്. പല്ലവി, ഒന്ന് മക്കളെ കണ്ടുപിടിക്കോ പ്ലീസ്. ഞാൻ വിളിക്കാം. മോളെ വാതിൽ തുറക്ക് മക്കളെ. മോളെ 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 കഥ തുറക്ക്. മോളെ വാതിൽ തുറക്ക്. മോളെ മോളെ കഥ വാതിൽ തുറക്ക്. തുറക്ക് മക്കളെ. മോളെ കഥ തുറക്ക്. മോളെ കഥ തുറക്കടി. മോളെ ആൻസി, മോളെ ഇവളെന്താ കഥ തുറക്കാത്തെ? ഇത് വച്ചേ. മോളെ കഥ തുറക്കടി. മോളെ കൊച്ചപ്പ, എന്താ മോളെ എന്തുവാ? എന്താ മോളെ പറ്റിയത്? കൊച്ചപ്പ, നമുക്ക് KG സാറിന്റെ വീട് വരുന്നു പോ. KG സാറിന്റെ വീട്ടിലോ? ഇപ്പോഴോ? അവൻ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളെന്ന് ഭീഷണിപ്പെടുത്താനാ. എന്ത് ദൈവമേ, കൊന്നുകളെ ഭീഷണിപ്പെടുത്തിയോ? മക്കളെ എന്താ മോളെ ഈ ഒരു കാര്യം ചെയ്യ്, ആ സാറിനെ ഒന്ന് ഫോൺ ചെയ്യ്. മോള് വിളിച്ചു പറ. കൊച്ചപ്പ, ഫോൺ വിളിച്ചാൽ ശരിയാവത്തില്ല, പോയേ പറ്റൂ. എന്തിനാ പോകുന്നത്? അവൻ വന്ന് വരട്ടിയാലേ ഞാൻ പോവാ അവന്റെ വീട്ടിലോട്ട്. എന്താ മോളെ നേരത്തെ പറയാഞ്ഞത്? ഇപ്പോഴാണെന്നാ പറയുന്നത്? ഈ മുറ്റത്ത് കയറി ഒന്ന് തെമ്മാടിത്തരം പറയുന്നു. കൊള്ളാമല്ലോ. നീ അന്നേരം പറയണ്ടായോ? ശരിയല്ലയോ? നിന്നെ നിന്റെ കൊച്ചുങ്ങളെ ഒന്നും തടത്തില്ല. ഒരു കിളിന്ത് പയ്യൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ മക്കളെ ഭീഷണിപ്പെടുത്തുന്നു. ആഴ്ചാടാൻ വന്ന് നിക്ക എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. നീ എന്താ വിചാരിച്ചേ? ഇവിടെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാന്നോ?
എന്നെ അടുത്താണ് അവന്റെ കളി. ഈ കിളിന്ത പയ്യന് അത് കൊള്ളാം. ഹലോ മോനെ, നീ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണെന്നുള്ള രീതിയിലൊന്നും സംസാരിച്ചില്ലല്ലോ അല്ലേ? ഏയ്, നമ്മളെല്ലാവരും കൂടെ ചേർന്നുള്ള പ്ലാനിങ് ആണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ പേരിൽ 2 കേസ് ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലേ അമ്മേ. ഒന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷ കേസ്, പിന്നെ മറ്റേ ആ പെണ്ണിൻ്റെ ഇഷ്യൂ, കൂട്ടത്തിൽ പിന്നെ ആ കോടനാട് കേസും. ഇതെല്ലാം ഒഴിവാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. ആദ്യത്തെ ഗ്രൂപ്പിന്റെ പേരിലുള്ള മുഴുവൻ കേസും പിൻവലിച്ച് KGS ഈവനിങ്സിലൂടെ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ജീവനോടെ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അവളുടെ റിയാക്ഷൻ? റിയാക്ഷൻ എന്താണെന്ന് അമ്മയ്ക്ക് ഊഹിക്കാമല്ലോ. അവള് വഴിക്ക് വരും. മോനെ, നീ അതങ്ങ് മുറുകെ പിടിച്ചോ. ഈ കേസ് ഒഴിവാകാതെ ഒരു രക്ഷയില്ല. പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമുക്ക്. വക്കീലും അത് തന്നെയാ പറയുന്നേ. നമ്മുടെ ഭാഗ്യത്തിനാ കോടതി കുഞ്ഞുങ്ങളെ നമുക്ക് തന്നത്. ശരി അമ്മേ, ഞാൻ അനന്ത ചിറ്റപ്പന്റെ വീട്ടിലോട്ട് പോവാ. ശരി, ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം. ആ KGSന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കട്ടെ. ശരി. അതെ, കുട്ടികളോടൊന്ന് പറഞ്ഞിട്ടപ്പോ മമ്മിയുടെ പകുതി കഴിഞ്ഞല്ലേ? ഇനി ആ കുട്ടികളെ കൂടി ഇല്ലാതാക്കണം. അതിന് ഞങ്ങൾ നിന്ന് തരില്ല മമ്മി. നീ എന്തുവായി പറയുന്നേ? എന്ത് ഭ്രാന്തായി പറയുന്നേ? ആര് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയെന്ന്? മമ്മി ഒന്നോ രണ്ടോ പോലെ സംസാരിക്കല്ലേ. ഋഷി ആൻസി കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഭീഷണിപ്പെടുത്തിയോ? എന്തിന് ഭീഷണിപ്പെടുത്തത് എന്തിനാന്ന് ഇപ്പൊ എനിക്കും അറിയാം, മമ്മിക്കും അറിയാം. എനിക്കൊന്നും അറിയില്ല. നിനക്കെന്താ അറിയാന്ന് വെച്ചാ നീ പറ. മമ്മി ഇത് കൈവിട്ട കളിയാ. മമ്മി വലിയ LLB കാരിയല്ലേ, നിയമമൊക്കെ അറിയാലോ. കുഞ്ഞുങ്ങളെ കൊല്ലൂന്നും പറഞ്ഞ് അതിന്റെ അമ്മയുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയ കേസ് എങ്ങനെ പോകുന്നു മമ്മിക്ക് അറിയാലോ. എടി, നീ എന്തോന്നാ ഈ പറയുന്നേ? ഭീഷണിപ്പെടുത്തിയെന്നോ? ആര് ഭീഷണിപ്പെടുത്തിയെന്ന്? മമ്മി വെറുതെ ഡ്രാമ കളിക്കല്ലേ. എന്താ പ്രശ്നം എന്താ? ഇവള് പറയുന്ന കേട്ടോ ആദി? ഋഷി ആൻസിയുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്നോ കൊല്ലാൻ നോക്കിയെന്നോക്കെ. എന്താ മോളെ, എന്താ പ്രശ്നം? മതി, മോളെന്നുള്ള ആ വിളി ഇനി വേണ്ട. ഞാൻ നിങ്ങളുടെ മകളല്ല. നിങ്ങൾക്ക് രണ്ടുപേരും കൂടി അവകാശമായിട്ട് ഒരാളുണ്ടല്ലോ, ഋഷി. ഞാൻ അവന്റെ കാര്യം പറഞ്ഞേ. നിങ്ങൾ അവനെ പറഞ്ഞു വിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലേ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞാനും ആൻസി കുഞ്ഞമ്മയും KGS സാറും കൂടി ഞങ്ങൾക്ക് ചെയ്യാവുന്ന എക്സ്ട്രീം ഡിഫെൻഡ് ചെയ്യും. ആദ്യം ഇവൾ എന്തൊക്കെയായി പറയുന്നേ? എടി, നീ തന്നെയല്ലേ പറഞ്ഞത് നിനക്ക് ഈ വീട്ടിൽ ഒരു അവകാശം ഇല്ലെന്ന്? നീ ഇറങ്ങിപ്പോ. നിന്നോട് പോകാൻ പറഞ്ഞതല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു? പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? മമ്മി, അനന്തൻ ചിറ്റപ്പനെയും കുഞ്ഞമ്മയും ഒരിക്കൽ നിങ്ങൾ ഈ വീട്ടിൽ ഒരവകാശം ഇല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ? എന്നിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കാൻ ആ ചിറ്റപ്പനെ വീണ്ടും വരുത്തി. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടാനുള്ള പാവയായിരുന്നു ചിറ്റപ്പനെങ്കിലേ. പക്ഷെ ഈ പല്ലവി അങ്ങനെ അല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. പവിത്ര സർ, സൗണ്ട് ഓക്കെ ആണോ നോക്കി? റെഡിയാണോ? ആ റെഡിയാണ് സർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1 മിനിറ്റ് മോർ, നമുക്ക് തുടങ്ങാം. റെഡിയാണ് സർ. റെഡി? റെഡി? ആ, ഓക്കെ, റോൾ ചെയ്തോ. റെഡി? റെഡി. ഗുഡ് ഈവനിങ് എവരിബഡി. KGS ഈവനിങ്സിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നാട്, ഒരു ജനത, ഒരു സംസ്കാരം, ഒരേ സ്വപ്നം. അതുതന്നെയാണ് KGS ഈവനിങ്സിന്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. പക്ഷേ ആ ചിന്തകളെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഭരണകൂടമാണെങ്കിലും കോർപ്പറേറ്റുകളാണെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദമാണെങ്കിലും സാധാരണക്കാരനെ വട്ടം ചുറ്റിക്കുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള എത്രയോ വാർത്തകൾ. ആ വാർത്തകളിലേക്ക് നയിക്കുന്ന സത്യത്തിന്റെ വെളിച്ചമായി മാറുകയാണ് KGS ഈവനിങ്സ്. കഴിഞ്ഞ ലക്കത്തിലൂടെ ഞങ്ങൾ തുടങ്ങി വെച്ച ചില സത്യങ്ങളുടെ വെളിച്ചം ഓരോ സാധാരണക്കാരിലേക്കും അവന്റെ ചിന്തകളിലേക്കും എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഇടപെട്ട മരട് കേസ് ഉൾപ്പെടെ കടന്നുകയറ്റത്തിന്റെ അതിക്രമത്തിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ ഉൾക്കിടലത്തോടെ പിന്മാറാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ പല ഭൂമാഫികളും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റുകളും. KGS ഈവനിങ്സ് അതിന്റെ തുടക്കമായിരിക്കുകയാണ്. നമ്മുടെ ഈ മൂവ്മെന്റിനെ തടസ്സം വയ്ക്കാൻ നിരവധി ബാഹ്യശക്തികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിനെയൊക്കെ ചവിട്ടി പതിച്ച് KGS അതിന്റെ യാത്ര തുടരുകയാണ്.
കോടനാട് കേസ് വാർത്തകളിൽ നിറയുമ്പോൾ ഗവൺമെന്റും നഗരസഭയും ഉൾപ്പെടെയുള്ളവർ സാധാരണക്കാരന് വേണ്ടി നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 17 വർഷമായി അടഞ്ഞുകിടക്കുന്ന കോടനാട് ഫ്ളാറ്റിന്റെ 15,000 സ്ക്വയർ ഫീറ്റിന്റെ ചരിത്രം ഇന്ന് സാധാരണക്കാരന്റെ ചിന്തയിലും ബുദ്ധിയിലും ഉണർന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ KGS ഈവനിങ്സിന് സാധാരണക്കാർ തരുന്ന സപ്പോർട്ട് അതിനുള്ള തെളിവാ. കോടനാട് ഫ്ളാറ്റിന്റെ ബിൽഡർമാർ ആരാണ് എന്ന സാധാരണക്കാരന്റെ അന്വേഷണം വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ എവിടെയോ തുടങ്ങിയ കമ്പനിയുടെ കേരളത്തിലേക്കുള്ള വളർച്ചയുടെ ചരിത്രം ഇവിടെ പലരെയും ഞെട്ടിച്ചിരിക്കുക. കോടനാട് ഫ്ളാറ്റിന്റെ യഥാർത്ഥ ബിൽഡർ, അതായത് ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന കമ്പനി ആദിത്യ കൺസ്ട്രക്ഷൻസ് ആണ്. ഇന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ആദിത്യ ബിൽഡേഴ്സ് സജീവമായി നിലനിൽക്കുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പോലെയുള്ള വൻ നഗരങ്ങളിലെല്ലാം ആദിത്യ കൺസ്ട്രക്ഷൻസിന്റെ അത്ഭുതകരമായ വളർച്ച നമ്മൾ നോക്കിക്കാണുന്നു. ഈ ആദിത്യ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഒരു സ്ത്രീയാണെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കഴിഞ്ഞ ലക്കത്തിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ മറച്ചു വെച്ച ചില സത്യങ്ങൾ ഇപ്പം ഞാൻ പുറത്തു കൊണ്ടുവരിക. കൊച്ചപ്പ ഇറങ്ങി വാ. മോളെ, നീ അവിടെ ചെന്ന് സാറിന്റെ കാലേ വീഴാണെങ്കിലേ ഞാൻ വരുന്നില്ല. കൊച്ചപ്പ പിന്നെ കാര്യങ്ങൾ പറയണ്ടേ? എനിക്കെന്റെ കുഞ്ഞുങ്ങളാ വലുത്. ഇറങ്ങി വന്നേ. വാ കൊച്ചപ്പ. ദുബായിൽ വെച്ച് ബിസിനസ് ഉറപ്പിച്ച ആദിത്യ ഗ്രൂപ്പ് ഈ താഴത്തെ 15,000 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയാണെന്നാണ് വിൻസെന്റിനെ ധരിപ്പിച്ചത്. 10-30 വർഷം ദുബായിൽ താൻ സമ്പാദിച്ചതെല്ലാം അവസാനിപ്പിച്ച് കേരളത്തിൽ പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു വിൻസെന്റിന്റെ ആഗ്രഹം. പക്ഷേ കേരളത്തിലെത്തിയ വിൻസെന്റ് അറിഞ്ഞത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയല്ല ആ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാ. കൊമേഴ്സ്യൽ പർപ്പസിന് കോർപ്പറേഷൻ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് അപ്പോഴാണ് വിൻസെന്റ് തിരിച്ചറിയുന്നത്. ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ വിൻസെന്റ് വെറുതെ ഇരുന്നില്ല. ആരാണെന്ന് നോക്ക്. പത്മനാഭ ഗേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു ആരും ഇങ്ങോട്ട് വിടരുത്. പറഞ്ഞിരുന്നു സാർ. കട്ട് ചെയ്യട്ടെ സാർ? ആ, കട്ട് ചെയ്തോ. ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ആ, ഇതുവരെ ഓക്കെയാണ്. ആ മേഡോ സാറുണ്ടോ? ഉണ്ട്. കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. KGS ഈവനിങ്സിന്റെ റെക്കോർഡിംഗ് നടക്കുക, അതുകൊണ്ട് സാർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്കിപ്പോ ഒന്ന് കാണണമായിരുന്നു. പറ്റുമോ? ഒന്ന് അറിയിച്ചിട്ട് വന്നിട്ടായിരുന്നോ? ഞാനൊന്ന് പറയട്ടെ, കയറിയിരിക്കൂ, വരൂ. ആകെ സഹായിക്കാൻ ഒരാളെ ഉള്ളൂ, അയാളെ കൂടെ വെറുപ്പിക്കണോ?